ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി മാഗി റെസിപ്പിയാണ് കേട്ടോ. എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കി എങ്ങനെയാണ്, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് മാറ്റി ഉണ്ടാക്കി നോക്കിക്കോടെ. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാണ്ടല്ലോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ തന്നെ ആയിട്ട് ഉണ്ടാക്കുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കതിങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മാഗി വേവിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മാഗി ഇട്ട് കൊടുക്കുക. മാഗി ഒന്ന് മുക്കാൽ വേവാണ് കേട്ടോ ആക്കിയെടുക്കേണ്ടത്, ഒരുപാട് വേവിച്ചെടുക്കരുത്. അപ്പോൾ ഇതിനി നമുക്ക് അടച്ച് വെക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ മാഗി നല്ലപോലെ തിളച്ച് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു മാഗിയെ മുക്കാൽ വേവായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിലത്തെ വെള്ളം നല്ലപോലെ അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിവിടെ വെള്ളം ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് ബട്ടർ എടുക്കാം, അല്ലെങ്കിൽ ഓയിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി നല്ലപോലെ തന്നെ മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലാക്സ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലാക്സ് ഇല്ലെങ്കിൽ ഉണക്കമുളക് 1-2 ചതച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഇത് നല്ലപോലെ മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. നമ്മൾ എത്രയാണോ മാഗി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഇനി സവാളയും അതിനുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു സവാളയാണ് കേട്ടോ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കേബേജ് അരിഞ്ഞതും കുറച്ച് ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല പോലെ തന്നെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മാഗി മസാല ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 പാക്കറ്റ് മാഗി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. മാഗിൻ്റെ പൊടിയിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ വെജിറ്റബിൾസിന് വേണ്ട പാകത്തിനുള്ള ഉപ്പ് മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസും സോയാ സോസും ആണ് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതെല്ലാതും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല പോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മാഗി ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാലയൊക്കെ മാഗിയിൽ നല്ല പോലെ മിക്സ് ആവും കൂടെ വേണം കേട്ടോ. അപ്പം നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ അതാ നമ്മുടെ ഒരു മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ കഴിക്കുക അടിപൊളി ടേസ്റ്റും കൂടെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസ് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.